Hello everyone, welcome to another video and to my YouTube channel. So here is a quick vlog of what we did on the second day in Trivandrum. So as we said in the last video, we landed in Trivandrum and we haven't even seen our families. So since the shopping is half done, this is what we did in the next step. Let me tell you all something, guys. We don't really spend money for maintenance, skincare or hair care in Australia. So this is what something we always wanted to do, no matter what, the maintenance phase. So we are heading on to the most reviewed salon in Google, or the world's largest salon in the world. That's what it says, the Fair. So I'm here for a facial and a haircut with the hair color. ആക്ച്വലി അത് പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു ഹെയർ കളർ എന്നുള്ളത്. പെട്ടെന്ന് പിൻട്രസ്റ്റ് നോക്കി ഒരെണ്ണം റെഫറൻസ് എടുത്തു, അങ്ങ് ഹെയർ കളർ ചെയ്തു. ആൻഡ് ഡേവിസ് ഓൾസോ ഗോട്ട് ഹിസ് കട്ട് ആൻഡ് കളേർഡ് ആൻഡ് ഹി ഗോട്ട് എ ഫേഷ്യൽ. സോ ഞാൻ ഫേഷ്യൽ കഴിഞ്ഞിരിക്കുന്നത്, അതാണ് മൈ സ്കിൻ ലുക്കിംഗ് സോ നൈസ്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്താണെങ്കിലും ഇതിൽ പറയുന്നുണ്ട്. സോ ഈ ചേട്ടനാണ് ഹെയർ കട്ട് ചെയ്തത്. ഇറ്റ് വാസ് വെരി ഗുഡ്. ഹി വാസ് ക്വൈറ്റ്. നമ്മളധികം സംസാരിച്ചതിൽ കയറിയിരുന്നു, എന്താ വേണ്ടേ പറഞ്ഞു, ചടപടേ കാര്യങ്ങൾ കട്ട് ചെയ്ത് തുടങ്ങി. സോ ഐ ഡിഡ്ന്റ് വോണ്ട് ടു കട്ട് ഇറ്റ് വെരി ഷോർട്ട് ബിക്കോസ് എൻ്റെ ബ്രദറിനോടെ കല്യാണം വരുന്നുണ്ടായിരുന്നു. സോ ഓൾസോ ഞാൻ കളർ സെലക്ട് ചെയ്തത് ഒരു പ്ലം റെഡ് ആയിരുന്നു, കൊക്കോകോള പ്ലം റെഡ് കൈൻഡ് ഓഫ്. അപ്പം എനിക്ക് ടു ബ്രൈറ്റ് ആവരുതെന്ന് ഉണ്ടായിരുന്നു. അപ്പം ഞാനത് പുള്ളീനോട് നേരത്തെ പറഞ്ഞിരുന്നു, ഐ ഡോണ്ട് നീഡ് ടു ബ്രൈറ്റ് എന്നുള്ളത്. അപ്പോൾ പുള്ളി സ്റ്റാർട്ടഡ് കട്ടിങ് മൈ ഹെയർ. ഐ ടോൾഡ് യു, ഞാൻ 2 years ബാക്ക് ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ ഓസ്ട്രേലിയയിൽ ഹെയർ കട്ട് ചെയ്തു, പക്ഷേ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം ഞാൻ വേറെ കട്ട് ചെയ്തിട്ടില്ല. സോ ഇത് ലോങ് ടൈമിന് ശേഷമാണ് ഹെയർ കട്ട് ചെയ്യുന്നത്. ഐ വെൻറ്റ് ഫോർ എ ലെയർ വിത്ത് ഫേസ് ഫ്രെയിമിങ്, സിമ്പിൾ ആൻഡ് അത് പറഞ്ഞ പോലെ ഹെയർ കളറും. ഡേവിസിൻ്റെ ആണെങ്കിലും ഹെയർ കട്ട് ചെയ്യുന്നത് ഞാനാണ് യൂഷ്വലി. ഹി ഹാവ് എ സർട്ടൻ സ്റ്റൈൽ ഓഫ് കട്ടിങ് ഹിസ് ഹെയർ, ലോ ഫെയ്ഡ് ഇട്ടിട്ട്. സോ അത് ചെയ്ത് വൺസ് ചെയ്യും, എന്നിട്ട് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഞാനായിരിക്കും. നമുക്ക് ട്രിമ്മർ ഉണ്ട്, അപ്പോൾ അങ്ങനെ വെച്ച് മെയിൻറ്റെയിൻ ചെയ്യും. ബിക്കോസ് ഇറ്റ്സ് ബ്ലഡി എക്സ്പെൻസീവ് ഇൻ ഹിയർ. സോ അങ്ങനെ ഇവിടെ നാട്ടിലെ റേറ്റ്സും ഇവിടുത്തെയും വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ്സ് ഭയങ്കര ഡിഫറൻസ് ആണ്. നല്ല എക്സ്പെൻസീവാണ് ഇവിടെ ഹെയറും മെയിൻ്റനൻസും. ബിക്കോസ് ഇറ്റ്സ് എ സ്കിൽഡ് പ്രൊഫഷൻ അല്ലേ, ഇതിന് നല്ല സ്കിൽ ആവശ്യമുള്ളതാണ്. ഇടയ്ക്ക് ഞാൻ ആലോചിക്കും, ഒരു ഇച്ചിരി ഇങ്ങനത്തെ സ്കില്ല് കയ്യിലുണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല കാശ് ഉണ്ടാക്കാറുള്ളത്. ബട്ട് ഇതൊക്കെ നല്ല കഴിവ് ആവശ്യമുള്ള പരിപാടിയാണ്, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഓക്കെ, സോ ഹിയർ ഐ ആം പ്രിപ്പയറിങ് മൈ ഹെയർ ഫോർ he is preparing my hair for coloring. പുള്ളി കളർ മിക്സ് ചെയ്ത് കൊണ്ടുവന്നു. എൻ്റെ കണ്ണ് മൊത്തം കളറിലാണ്. ദൈവമേ ടു ഡാർക്ക് ആയിരിക്കുമെന്ന്, എനിക്ക് ലൈക്ക് ടു ലൈറ്റ് ആയിരിക്കുമെന്ന്. ഇപ്പോൾ കളർ ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് കമൻസ് കിട്ടി, എൻ്റെ തല ആരാ പെയിൻറ്റും ബക്കറ്റിൽ മുക്കിയത് ആൻഡ് കൈൻഡ് ഓഫ്. ബട്ട് ഐ ലവ് മൈ ഹെയർ. എനിക്ക് കളർ ചെയ്ത് കുറച്ച് നാൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അതിന് ശേഷം ഒരു നെഗറ്റീവ് കാര്യം ഇവിടെ ചെയ്തതിന് എനിക്ക് തോന്നിയത്, ആ കളർ ലാസ്റ്റ് ചെയ്തില്ല. ബിക്കോസ് എവറി വാഷിലും എനിക്ക് കുറച്ച് കളർ ഫെയ്ഡ് ആവുന്ന പോലെ തോന്നി. ബിക്കോസ് ഞാൻ ബ്ലീച്ച് വേണ്ടാന്ന് അവരോട് ഓൾറെഡി പറഞ്ഞിരുന്നു, നോ ബ്ലീച്ച് എന്നുള്ളത്. ബിക്കോസ് അത് ബ്ലീച്ച് ചെയ്ത് തന്നെ ഹെയറിൻ്റെ ടെക്സ്ചർ മാറും. എനിക്കത് വേണ്ടായിരുന്നു. എനിക്ക് ജസ്റ്റ് ഒരു പോപ്പ് ഓഫ് കളറായിരുന്നു ആവശ്യം. ആൻഡ് വിച്ച് ഐ റിയലി വാണ്ടഡ്. എനിക്കൊരു ചേഞ്ച് വേണമായിരുന്നു. ആൻഡ് ഐ ഗോട്ട് ഇറ്റ്, ഐ ഗെസ്. അപ്പം ദിസ് ഈസ് ദ കളർ. ആ പുള്ളീൻ്റെ കയ്യിലോട്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ബിക്കോസ് ആ കളറായിരുന്നു എനിക്ക് വേണ്ടത്. പിന്നെ സ്ട്രീക്സ് ഞാൻ ഇപ്രാവശ്യം പോയില്ല. എല്ലാ പ്രാവശ്യം ഞാൻ സ്ട്രീക്സ് എന്ന് പറഞ്ഞാൽ ചെറിയ സ്ട്രാൻഡായിട്ട് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ പ്രാവശ്യം. പക്ഷേ ഇപ്രാവശ്യം ഐ തോട്ട് ഐ നീഡഡ് സംതിങ് ഡിഫറെൻറ്റ്. സോ അതുകൊണ്ടാണ് ഫുൾ ഇങ്ങനെ ചെയ്യാം, ഞാനൊരു റെഫറൻസ് കാണിച്ചിട്ട് എനിക്കിത് വേണമെന്ന് പറഞ്ഞത്. സോ ഹി സ്റ്റാർട്ടഡ് കളറിങ്. എൻ്റെ ഹാർട്ട് ആക്ച്വലി ഭയങ്കരമായിട്ട് ഇരിക്കുമായിരുന്നു. ഇത് ഡാർക്കാവോ ലില്ലിക്കുട്ടി, ദാറ്റ്സ് മൈ മമ്മി. ലില്ലിക്കുട്ടി എന്നെ സമ്മതിക്കുമോ, വീട്ടിൽ കയറ്റുമോ എന്നുള്ള കാര്യങ്ങൾ. കാരണം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, കല്യാണത്തിന് മുൻപ് വരെ പറഞ്ഞിരുന്നത് കല്യാണം കഴിഞ്ഞ് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നുള്ളതല്ലേ. ഡേവിസിന് അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. ഡേവിസിനോട് ഞാൻ ഹെയർ കളർ ചെയ്യുക, ഈ കളറാന്ന് പറഞ്ഞപ്പോൾ ഹി വാസ് ഓക്കെ വിത്ത്. ഞാൻ ഹെയർ കളർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആകെ ഉണ്ടായിരുന്ന ടെൻഷൻ എന്താണെന്ന് പറഞ്ഞാൽ, ബ്രദർ-ഇൻ-ലോൻ്റെ കല്യാണം വരുന്നുണ്ട്, പിന്നെ ഞങ്ങളുടെ ടുട്ടൂൻ്റെ കല്യാണം വരുന്നുണ്ട്. സോ ഇതിനൊക്കെ സാരി ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. അപ്പോൾ എല്ലാത്തിനും മാച്ചായിട്ട് പോകണം ഈ കളർ, വിച്ച് ഇസ് വെരി ഹാർഡ്. ഞാൻ എടുത്തേക്കുന്ന കളറായതിന് എല്ലാത്തിനും പോകാൻ വളരെ ചാൻസ് കുറവാണ്. ബട്ട് സ്റ്റിൽ ഐ തോട്ട് ഐ ഗീവ് ഇറ്റ് എ ട്രൈ. ഇല്ലാന്നുണ്ടെങ്കിൽ സാരി മാറ്റാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം, നമുക്ക് സ്റ്റൈൽ ചെയ്യാം, എന്താണെങ്കിലും പാർലറിൽ പോവും. അപ്പോൾ ഐ തോട്ട് ഐ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്തത്. ആൻഡ് യു വെയിറ്റ് ആൻഡ് വാച്ച് വാട്ട് ഹാപ്പൻ. ഓക്കെ,
എൻ്റെ മുഖത്ത് ഫുൾ ടെൻഷനാണ്. ദാറ്റ് ഈസ് ദ ടൈം ഐ എം തിങ്കിങ് ഓ മൈ ഗോഡ് റിയലി ഐ എം ഗെറ്റിംഗ് മൈ ഹെയർ കളേർഡ്. ഇത്രയും ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് ഐ വാസ് വെരി സ്കെയർഡ്. I trust the process. എന്തൊരു തിരക്കുള്ള സലോണായിരുന്നു എന്നറിയാമോ. ഒരേ സമയം ഒരുപാട് ആൾക്കാരാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഇത് പെണ്ണുങ്ങളുടെ മാത്രം സെക്ഷനാണെന്ന് വിചാരിക്കണം. ലൈക്ക് ബിൽഡിങ്, ഈ പെണ്ണുങ്ങൾക്ക് ലൈക്ക് ഫീമെയിൽസിന് മാത്രമുള്ള ബിൽഡിങ്, പിന്നെ മെയിൽസിന് വേറെ. അപ്പോൾ ഡേവിസ് വേറെ ബിൽഡിങ്ങിലാണ് ഇപ്പോൾ ഹെയർ കട്ടും കളറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആൻഡ് അപ്പോൾ കളറിങ് കഴിഞ്ഞു, വാഷ് കഴിഞ്ഞു, ഇപ്പോൾ അയാൾ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഓക്കെ നോട്ട് ടു ബ്രൈറ്റ് എന്ന് തോന്നുന്നു, പക്ഷെ ബാക്കിൽ നിന്നുള്ള ലൈറ്റ് അടിക്കുമ്പോൾ ദൈവമേ ഇവിടെയൊക്കെ എന്താ ഇത്ര റെഡായിട്ട് ഇരിക്കുന്നത് എന്നെൻ്റെ മനസ്സിലുണ്ട്. ബട്ട് ഡ്രസ്സിൻ്റെ ഒപ്പം അത് എനിക്ക് ഈ ലുക്കിൽ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയിരുന്നു. ആൻഡ് ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദ ഫൈനൽ റിസൾട്ട്. ഇത് സെറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പം ഞാൻ ഈ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, സോ എവറി ഡേ ആഫ്റ്റർ വാഷിന് ശേഷം എൻ്റെ മുടി എങ്ങനെയായിരിക്കും ഇരിക്കാൻ പോകുന്നത്. അപ്പം ഞാനിതിൽ ഈ പുള്ളി ഹെയർ ഡ്രൈ ചെയ്യുന്ന മെത്തേഡ്സൊക്കെ നോക്കി പഠിക്കുമായിരുന്നേ. ഏത് ഡിറക്ഷൻ ആൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ. ആൻഡ് അത് കേൾ ചെയ്തതിന് ബാക്കോട്ട് ഇടുന്നു. സോ എത്ര സെക്ഷൻ ഓഫ് എടുത്തു, ഇതൊക്കെ വീഡിയോ എടുത്തിട്ട് എനിക്കിനി സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ ഹെയർ ഡ്രൈ ചെയ്യണം എന്നുള്ളത് ഞാൻ ഇതിൽ നോക്കി പഠിക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ കയ്യിലുള്ളത് ഒരു ബോണ്ടി ബൂസ്റ്റിൻ്റെ ഒരു ഹെയർ ഡ്രയറാണ്. അപ്പോൾ അതിൽ ഓൾറെഡി എന്താ ഹോട്ട് എയർ വരുന്നതാണ്. അപ്പോൾ ചുമ്മാ ഇങ്ങനെ പിടിച്ച് നമുക്ക് ആ ഡിറക്ഷൻ മാത്രം മനസ്സിലായാൽ മതി. ആൻഡ് യാ, സോ ദാറ്റ്സ് ദ ഫൈനൽ ലുക്ക്. ഇറ്റ്സ് കമ്മിങ് ഓൾ ദ വേ. ഓക്കെ, ഹിയർ വി ഗോ, ഗെറ്റ് റെഡി. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് സെറം തേക്കുക. ആൻഡ് പുള്ളി എന്നിട്ട് അതാ റിവീലിനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഞാനിങ്ങനെ എനിക്ക് കാണണം, നീ ഒന്ന് സെറ്റ് ചെയ്ത് കാണിക്കി. ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, ടെൻഷൻ. ആൻഡ് അവർ സെറം തേച്ച് കഴിയുമ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് ഇച്ചിരി സ്മൂത്തനായി, ആ ടെക്സ്ചർ കുറച്ചുകൂടെ മനസ്സിലാവും. ആൻഡ് വെയിറ്റ് ഫോർ ഇറ്റ്. I'm patiently waiting. എൻ്റെ അടുത്ത് കൂടെ പോകുന്ന ആൾക്കാരെയൊക്കെ നോക്കുന്നുണ്ട്, അവർ ചെയ്യുന്ന കളറൊക്കെ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ശരിക്കും ഒരു കോഴീൻ്റെ സ്റ്റെപ്പ് കട്ട് വെട്ടിക്കാൻ എങ്ങനെ ഇരിക്കും അതുപോലെ. ദാറ്റ്സ് ഓക്കെ. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. ലവ് ബേർഡ്സിൻ്റെ ഡേവിസ് എന്താ പറഞ്ഞത്, ലവ് ബേർഡ്സിൻ്റെ കളർ മുക്കി ഇറക്കിയേക്കുന്നത്. ലവ് ബേർഡ്സ് അല്ല, കിളിക്കുഞ്ഞുങ്ങളെ കളർ മുക്കി ഇറക്കിയ പോലെ ഉണ്ടെന്ന്. അങ്ങനെ ഡേവിസിൻ്റെ റിയാക്ഷൻ ആയിരുന്നു. ആൻഡ് ഞാനിപ്പോൾ ചോദിക്കുന്നത് എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം, ഇത് കളർ പോകുക എന്നുള്ള കാര്യം. പുള്ളി പോകത്തില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷെ നന്നായിട്ട് കളർ പോയായിരുന്നു. എനിവേ, ഐ ലവ് ദ ഫൈനൽ ഔട്ട്പുട്ട്. എനിക്കിഷ്ടപ്പെട്ടു. ആൻഡ് നമ്മൾ പോയിട്ട് പേയ്മെൻറ്റ് ചെയ്തു. ഫേഷ്യലിൻ്റെയും ഹെയർ കട്ടിൻ്റെയും ഞാൻ ലാസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ബിക്കോസ് എൻ്റെ ഗൂഗിൾ പേ വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. വന്നിട്ട് ഫോൺ നമ്പർ ആക്ടിവേറ്റ് ആയതിനു ശേഷം എനിക്ക് ബാങ്കിൽ പോയിട്ട് എന്തൊക്കെയോ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു. സോ ഡേയ്സ് വന്നവരെ വെയിറ്റ് ചെയ്യണമെന്ന് വന്നു. യെസ്, ആൻഡ് ഈ ഇരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഈ പാർലർ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് ദാറ്റ്സ് ദ ഫൈനൽ റിസൾട്ട്. ഐ ലവ്ഡ് ഇറ്റ്. ആൻഡ് വെയിലത്തും അല്ലാതെയും വേറെ വേറെ കളറാണ്. ആൻഡ് ഡേവിസാണ് ഇതുപോലെ, ഇതാണ് ഡേവിസിൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഹെയർ കട്ട്. ലൈക്ക് ലോ ഫെയ്ഡ് വന്നിട്ട് എനിക്കും ഇതാണ് ഇഷ്ടം. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇതാണ് ഇഷ്ടം. അങ്ങനെ ലോ ഫെയ്ഡ് വന്നിട്ട് മുകളിൽ മാത്രം ഹെയർ ആയിട്ട്. ഒരു നേവി, ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. അങ്ങനെ പുള്ളി ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് പോയായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ. ഞാൻ ക്ലിനിക്കിൻ്റെ നോക്കിയിട്ട് പിന്നെ അത് അങ്ങ് അവിടെ ഇട്ടിട്ട് പോകും. എന്നാ തിരക്കാല്ലേ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇവിടെ കസ്റ്റമർ സർവീസ് നല്ല ഭയങ്കര തിരക്കാണ്. പക്ഷെ എന്നാലും നല്ല സൂപ്പറായിട്ടാണ് മാനേജ് ചെയ്യണേ. ഫുൾ മാനേജ്ഡാന്ന് പറഞ്ഞാൽ ഒന്ന് കഴിയുമ്പോൾ അടുത്ത ആളെ അവിടെ ഇരുത്താനും മാറ്റാനും.
എന്നാ വേണ്ട, നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഇഷ്ടമുണ്ട്. എനിക്ക് വട്ടയപ്പം വേണ്ട, എനിക്ക് സമൂസ മതി. ഒരു സമൂസ. അത് കട്ട്ലേറ്റ് വേണം. സമൂസ മതിയല്ലേ? എൻ്റെ വായിൽ ഗം കിടക്കുവാ. എനിക്ക് മൊത്തം എത്ര? എനിക്ക് 2000 3000. എനിക്ക് അല്ല 5. എനിക്ക് 6000. ഇവിടെ ഇരിക്കച്ചു. ഇഷ്ടമായില്ലേ? ഈ ഡ്രസ്സിൻ്റെ ഒപ്പം കറക്റ്റ് പാച്ചാ. ആദ്യം ഒരു വൈബ്രേഷൻ നമ്മൾ ചെസ്റ്റ് കൊടുക്കില്ലേ, ചെസ്റ്റിൽ ചെസ്റ്റ് കൊടുക്കില്ലേ, അപ്പോഴത്തെ ടേപ്പട്ടി പോലത്തെ സാധനം വെച്ച് വൈബ്രേഷൻ ചെയ്ത് ബാക്കിൽ കമിഴ്ന്ന് കിടന്നിട്ട് ഷോൾഡറിന് തുടങ്ങി ഫുള്ളി ബാക്ക് ഫുൾ എല്ലാം ചെയ്തു. ഹാഫ് മസിൽസ് ഒക്കെ റിലീസ് ചെയ്തു. അതായത് പിന്നെ തിരിഞ്ഞ് കിടത്തിയിട്ട് ക്ലെൻസ് ചെയ്ത് സ്ക്രബ് ഡീപ്പ് ആൻഡ് ബ്ലീച്ച് ചെയ്തു. നിങ്ങളുടെ ഏതാ ബ്രാൻഡ് യൂസ് ചെയ്തത്? ഷർലോഫ് അങ്ങനെ എന്തൊരു ബ്രാൻഡായിരുന്നു. നല്ലതാണ്. പിന്നെ എന്താ നല്ല മസാജായിരുന്നു. പുറത്തിട്ടിട്ടില്ല ആണെങ്കിൽ പുറത്തിട്ടില്ല. പിന്നെ ബ്ലൗസ് ഇടുന്ന കാരണമാണ് പുറത്തിട്ടു. പാക്കിട്ട് മസാജ് ചെയ്ത് മുഖത്ത് മസാജ് ചെയ്തു. കുരു പൊട്ടിച്ചില്ലേ? ഈ കുരു പൊട്ടിക്കുന്നുണ്ടാവുമോ? ഇനി കല്യാണത്തിന് മുന്നേ വേണമെങ്കിൽ ഒന്ന് ബ്ലീച്ച് ചെയ്തിട്ട് ഒരു ക്ലീനപ്പ് ചെയ്താൽ മതിയാവും. വേറെ സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു. എല്ലാം still I get confused. How do I look എന്നുള്ളത്. ചിലപ്പോൾ തോന്നും മുടി വെട്ടിയതൊക്കെ നന്നായി, എല്ലാം ഓക്കെ തോന്നും. ചിലപ്പോൾ തോന്നും ഇത് ടു ബ്രൈറ്റായി പോയി എന്ന്. എൻ്റെ എല്ലാ ഡ്രസ്സിനും എല്ലാ സ്റ്റൈലിനും ചേരത്തില്ല. പക്ഷേ സ്റ്റൈൽ ചെയ്യാൻ പഠിക്കണം. ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ വാങ്ങിച്ചൊരു ഡ്രസ്സ്, മാക്സിന്ന് വാങ്ങിച്ചൊരു എന്താ പറയുക, ഒരു സൽവാർ സെറ്റ്. അത് ഇതിൻ്റെ ഒപ്പം പെയർ ചെയ്തു. ബട്ട് ഐ നോ ഇറ്റ്സ് നോട്ട് മൈ സ്റ്റൈൽ. പക്ഷേ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇടാനായിട്ട്. നമ്മൾ അവിടെ നിന്ന് വന്നത് ഒരു ജീൻസ് അല്ല ഒരു ടോപ്പ് കൊണ്ടല്ലേ. സോ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. സോറി. അപ്പം സോ കൺഫ്യൂഷൻ. വാട്ട് ഡു യു ഗൈസ് തിങ്ക്? ഇത് സെറ്റാണോ അല്ലേ? ഈ ഹെയർ ഇറ്റ് ടു ബ്രൈറ്റ് ഫോർ മീ ഓർ എൻ്റെ ബ്ലാക്ക് ഹെയർ ആയിരുന്നു നല്ലത്? എൻ്റെ മമ്മി നല്ല ചെയ്ത് പറഞ്ഞു. മമ്മി പറഞ്ഞു ബ്ലാക്ക് ഹെയർ ആയിരുന്നു നല്ലത്. ഈ റെഡ് ഹെഡും കൊണ്ട് വീട്ടിലോട്ട് വരണ്ടാന്ന് തോന്നുന്നു. ട്രിവാൻഡ്രത്ത് ഞങ്ങൾ വന്നതിന് ഈ മെയിൻ്റനൻസും കാര്യങ്ങളും കറക്കവും മാത്രമല്ല ഉദ്ദേശം. ഡേവിസ് കിംസിലായിരുന്നപ്പോൾ കുറച്ച് പ്രൈവറ്റ് കേസസ് ഉണ്ടായിരുന്നു. ആൻഡ് വർഷങ്ങളോളം കണ്ടുകൊണ്ടിരുന്ന ഈ പേഷ്യൻസ് അറിയാനും അവരുടെ സുഖവിവരം അറിയാനും അവർക്ക് കുറച്ച് ഗിഫ്റ്റ്സൊക്കെ കൊടുക്കാനും അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ മെയിൻലി വന്നത്. ആൻഡ് അത് ഒട്ടുമിക്ക എല്ലാവരും കാണാനും അവർ ഫാമിലിനെ മീറ്റ് ചെയ്യാനൊക്കെ പറ്റിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ബ്രേക്ക് കിട്ടുന്ന സമയം നമ്മൾ ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ അല്ല അതുപോലെ തന്നെ അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാനും നമ്മളത് യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ അറ്റ്ലീസ്റ്റ് ഇവിടം വരെയെങ്കിലും ഐ നോ വി ജസ്റ്റ് സ്റ്റാർട്ടഡ് അവർ ലൈഫ്. എന്നാലും അവരുടെ ഒരു ബ്ലെസ്സിങ്സ് നമ്മൾ ലൈഫിലോട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാകാതെ നമ്മളിങ്ങനെ പോകുന്നത്.
യാ സോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആംബ്രോസിയ ഐ ഗസ് അവിടെ കയറി നമ്മൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. ഇവിടെ വന്ന് ഒരു വൺ ഫ്ലോപ്പ് സംഭവിച്ചു. ആൻഡ് യു കീപ് വാച്ചിങ്. നോക്കണോ? എനിക്കൊരു ബൺ മസ്ക കഴിച്ചു നോക്കണം. ബൺ മസ്ക കഴിക്കണം. പിന്നെ നമുക്ക് അവിടെ ഇരിക്കാം. ഇവിടെ ഒന്നുമില്ല. അവിടെ എനിക്കൊരു കേക്ക് തന്നില്ലായിരുന്നോ? അത് ഇവിടുന്നാ? അല്ല, അത് രാഹുൽ സാറ് മേടിച്ച ഇവിടുന്ന്. അത് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാ. പട്ടത്തെ ബ്രാഞ്ചാണ് അംബ്രോസിയ, അതിന്റെ ബ്രാഞ്ചാണ്. കേക്ക് വേണം. വേണ്ട. ഒരു ക്ലാസിക് കോൾഡ് കോഫി, പിന്നെ വാട്ടർ, പിന്നെ ഒരു ബൺ മസ്ക. വെർമിസെല്ലി ഇല്ലേ, നമ്മുടെ സേമിയ ഉണ്ടാവും, കാഷ്യൂസ് ഉണ്ടാവും, ഐസ്ക്രീം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, ഫ്രൂട്ട്സ് ഉണ്ടാവും, കോൺഫ്ലേക്സ് ഉണ്ടാവും. ക്ലാസിക് ഫലൂഡ ട്രൈ ചെയ്യാം. സാധാ പന്നിൻ്റെ ഉള്ളിൽ കുറച്ച് ബട്ടറും പിന്നെ കുറച്ച് കണ്ടൻസ്ഡും കൂടെ മിക്സ് ചെയ്തിട്ട് തേച്ചതാണ്. സാധാ ബട്ടർ അതുകൊണ്ട് ടേസ്റ്റ് ഇല്ലാത്ത മറ്റേ ബണ്ണല്ല. നീ കഴിച്ചോ? ഞാനപ്പോൾ ബൺ മസ്ക കഴിച്ചു. ഓ മൈ ഗോഡ്, ഇതാണ് ബൺ മസ്ക എന്ന് എനിക്കറിയില്ലായിരുന്നു. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റേ ആ വൈറലായിട്ടുള്ള ടീമുകൾ അവർ സ്വന്തമായിട്ട് ബണ്ണ് ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ സാധാ ബണ്ണിൽ ക്രീം തേച്ചിട്ടാണ്. പക്ഷെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ബൺ മസ്ക് അവൈലബിൾ എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു മറ്റേതായിരിക്കും എക്സ്പെക്ട് ചെയ്യണത്. ഇനി എനിക്ക് ജലദോഷം ആയതുകൊണ്ട് ടേസ്റ്റ് ഇല്ലാത്തതാണെന്ന് അറിയത്തില്ല. എനിവേ ഡേവിസ് കഴിക്കും. ഡേവിസിനാണോ നല്ല രസമില്ലേ? You look so handsome, Davis. അച്ഛനെ കാണാൻ പോലീസുകാരനെ പോലെ ഉണ്ട്. പോലീസാവാൻ പഠിക്കാനോ? എവിടെ പഠിക്കാൻ പോണേ? QLD പോലീസില്ല. എൻ്റെ ഫിസി ഉപേക്ഷിക്കാൻ പോവാണോ? ഒന്നും പറയാനില്ല. ബർഗർ വേണം ഇനിയിപ്പോ. ഫിഷ് ആൻഡ് ചിപ്സ്, ബർഗർ, ഇതൊക്കെയാണ് ആൾക്ക് ഇവിടെ വന്നപ്പോൾ വേണ്ടത്. സാധാരണ ആൾക്കാർക്ക് നാട്ടിൽ വരുമ്പോൾ എന്താ കഴിക്കണ്ടേ? ബിരിയാണി അല്ലെങ്കിൽ മന്തി, ഷവർമ, അതൊക്കെയാണ്. ഇവിടെ ഒരാൾക്ക് നാട്ടിൽ പോയതിൻ്റെ നൊസ്റ്റാൾജിയ. ഫ്രാപ്പേ ഇല്ലാണ്ട് കുട്ടിക്ക് ഇപ്പോൾ ജീവിക്കാൻ പറ്റുന്നില്ല. എവിടെ ചെന്നാലും ഫ്രാപ്പേ വേണം. അതെ, കോഫി അഡിക്റ്റ് ആയിട്ടുണ്ട് ഡേവിസ് ഇപ്പോൾ. ഫോൺ മിസ്റ്റർ, ഇതാരാ തീർക്കും? അതല്ല ഞാൻ നിന്നോട് ചോദിച്ചു സൂല് പോണോന്ന്. അവിടെ ഇരുന്ന് മെസ്സേജ് ചെയ്തേ, അത് കണ്ടില്ല. ഓക്കെ, ഫലൂഡ നീ ഓർഡർ ചെയ്ത് നീ കഴിക്കണം. എൻ്റെ ബൺ മസ്ക ഞാൻ കഴിച്ചു തീർത്താനേ, പക്ഷെ നീ അത് കഴിച്ചു തീർത്തു. സോ അവരടിക്കുന്ന ഫലൂഡ വെക്കാം. വരേക്കും ഒരു ഫ്രഷ് ജ്യൂസ് തോന്നണില്ല. I'm tired. Jet lag.
ഭയങ്കര ഉറക്കം വരും. 6:30 നമ്മുടെ അവിടെ 12 മണിയല്ലേ? അല്ല 10, 11 മണി. അല്ല എനിക്ക് ഉറക്കം പറ്റുന്നുണ്ട്. എനിക്ക് ഉറക്കാൻ പറ്റുന്നുണ്ട്. എന്റെ കണ്ട് കഴിച്ചിട്ട് അവിടെ ശരിക്കും മധുരം കുറവാ. അല്ല അല്ലേ? ആ ഹെവിനെസ് ഇല്ല. ഹെവിനെസ് അവൻ മിൽക്ക് അല്ലല്ലോ, റോസ് മിൽക്ക്. ആ ഹെവിനെസ് ഇല്ല അല്ലേ? ഐസ്ക്രീമിന്റെ ആ ഒരു ഇതേ ഉള്ളൂ. നീ വീഡിയോ കാണുമ്പോൾ വയറ് ഫില്ലാന്ന് പറയും, പക്ഷെ അവൻ്റെ ഉള്ളിൽ അവനത് വേണം. കൊതിയൻ ഡേവിസ്, ഡേവിസ് കൊതിയൻ, കൊതിയൻ ഡേവിസ്. ഓക്കെ, ഉറക്കമുണ്ടോ? ഇവിടെ സമയം 7:05. ഡേവിസിന് ഉറക്കം പറ്റും. ഇപ്പൊ ഫ്ലാറ്റ് ആവും. ഞങ്ങൾ ലുലു മോളിലോട്ട് പോവാ. ലുലു മോൾ വയറത്തില്ല, അതുകൊണ്ടാണ്. എന്തൊരു ഫലൂടയും ഒരു ബൺമസ്കിയൊക്കെ കഴിച്ചുള്ളൂ. വലിയ അങ്ങനെ ഭയങ്കര പിന്നെ ചായ കുടിച്ചു പേഷ്യന്റിന്റെ വീട്ടിൽ. അതൊക്കെ ഉറക്കം വരും. എനിക്കൊരു ചെറിയൊരു മന്ദതയുണ്ട്. ഞാനതുകൊണ്ട് വീഡിയോ എടുക്കുന്നതൊക്കെ എന്തൊക്കെയോ ആണ്. ഭയങ്കര സംഭവമാണ്. നടക്കുക അതിനകത്താവും. നമുക്ക് പുറത്ത് നിന്നായിട്ട് നടന്നു നോക്കണം. പുറത്ത് അവിടെ നിർത്തിയാൽ മതി, ആ സ്റ്റെപ്പിന്റെ അവിടെ. ആണോ? ഓക്കെ. പിന്നെ കറങ്ങേണ്ടി വരും അല്ലേ? അതെ, ശരി. ഓക്കെ ഏട്ടാ, ശരി. ഷുഗറേ ഉള്ളേ. ഓ, ഇത് നമ്മൾ പണ്ട് മമ്മിക്ക് മേടിച്ചു കൊടുത്ത സാധനമല്ലേ? ഷുഗർ ഉണ്ടോ? നോ ഷുഗർ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ?
കഴിക്കത്തില്ല അവന്. ഇതോ ചെറിയൊരു ശതമാനം ക്രിസ്പി വർക്ക്. ഇതൊന്നും ഇങ്ങനെ ഷുഗർ ഉള്ള സാധനമല്ല, പക്ഷെ ചെറിയ ശതമാനമാണ്. അത് ഇവിടെ ചോദിച്ചേണ്ട. ഇതിനൊക്കെ എത്ര ശതമാനം ഉണ്ടാവും? എല്ലാരും ഡയബറ്റിക്കാ. പണിയാവല്ലേ. എരിവുള്ളതൊന്നും ഇല്ലയോ? ഇതല്ല, ഇത് എരിവുള്ളതാണോ? ആ, ഇത് കുഴപ്പമുണ്ടാവില്ല. സോൾട്ട് ആൻഡ് സ്പൈസി ബോൾസ്. ഇതെന്ത് ഇത്? ആ, ഇത് മറ്റേ കടല കഴിക്കാൻ സ്വീറ്റ് സോൾട്ട് ബിസ്ക്കറ്റ്. സ്വീറ്റ്, സ്റ്റിൽ സ്വീറ്റ്. എരിവുള്ള എന്തെങ്കിലും എടുക്കാമെന്നാ. മധുരമുള്ളത് എടുക്കാതെ ഇത് നോക്കിക്കേ. ഇത് എരിവുള്ളതാണോ? എല്ലാത്തിലും ആഡഡ് ഷുഗർ ഉണ്ട്. ദാറ്റ്സ് ഓക്കെ. പക്ഷെ എന്നാലും ഇത് എനിക്ക് തോന്നുന്നത് സ്പൈസി ആണ്. എടുത്തോളൂ. മസാല കുക്കീസ്, ബക്കലാവ. മസാല അവിടെ തന്നെ അഭിപ്രായം. ശരി, അവിടെ റൂമിൽ വന്ന് അപ്പം തന്നെ സമാധാനമില്ല ഈ രസവട കഴിക്കാൻ. അപ്പം പകുതി ഞാൻ കഴിച്ചു. എന്നാലും ഞാൻ റിവ്യൂ പറയാം. എൻ്റെ വിചാരം രസവട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസത്തിൻ്റെ അകത്ത് ഉഴുന്നുവടയാണെന്നായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായ രസത്തിൻ്റെ അകത്ത് പരിപ്പുവടയാണ് രസവട എന്ന്. എങ്ങനെ ഇരിക്കുന്നു? സോ ഇത് നല്ലതാ. പക്ഷെ ഇത്രയും നേരം രസത്തിൻ്റെ അകത്ത് മുങ്ങി കിടന്നിട്ടും അതിന് ആ ടേസ്റ്റ്, ലൈക്ക് പരിപ്പോടേൻ്റെ ഉള്ളിൽ രസത്തിൻ്റെ ടേസ്റ്റ് ഇല്ല, പക്ഷെ പുറത്തുണ്ട്. പുറത്ത് ഫുൾ രസത്തിൻ്റെ ടേസ്റ്റ്, അകത്ത് പരിപ്പോടേൻ്റെ ടേസ്റ്റ്. സോ ലൈക്ക് ഒരു ലെയർ പോലെ. ചിലപ്പോൾ ഇവര് പെട്ടെന്ന് ഇട്ടുള്ളതായിരിക്കും, ഇപ്പൊ ഇട്ടുള്ളതായിരിക്കും. ആണോ? അല്ല, അപ്പൊ പക്ഷെ മുങ്ങി കിടക്കണേന്നായിരുന്നു കോരി തന്നത്. എന്താ ചെയ്യണതാണ് കഴിച്ചിട്ട് സോ ഇത് നല്ല രസം, നല്ല ടേസ്റ്റ് ഉണ്ട്. ക്രിസ്പി എന്ന് പറഞ്ഞാൽ സോഗി അല്ല, പക്ഷെ നല്ല പരിപ്പുടയും നല്ല, എനിക്കിഷ്ടപ്പെട്ടു. സോ മൈ റിവ്യൂ ഈസ് 8 out of 10. ബിഗ് ആൻഡ് ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല. ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം. സോ 8 out of 10 ബിഗ് ആണ്. എനിക്കിഷ്ടപ്പെട്ടു. ചിയേഴ്സ്. സോ നെക്സ്റ്റ് മലബാർ ചിക്കൻ ബിരിയാണി. ഡേവിസിൻ്റെ രസവടേൻ്റെ റിവ്യൂ ഒതൻറ്റിക് ടേസ്റ്റ് അല്ല എന്നാണ് പറയുന്നത്. എവിടെന്നാ കഴിച്ചാണ്? ആര്യാസി എന്നൊക്കെ കഴിച്ചിട്ടുള്ളത്. ഇതിലും നല്ലതാണെന്ന് പറയുന്നത്. അപ്പം ഇപ്പം നമുക്ക് മലബാർ ചിക്കൻ ബിരിയാണീൻ്റെ ടേസ്റ്റ് നോക്കാം. അത് ഞാൻ കഴിച്ചിട്ടുണ്ട്, നമ്മുടെ മെയിൻ സാധനമല്ലേ. ഓക്കെ, 250 gram വാങ്ങിച്ചോളൂ, ബിക്കോസ് ഒരുപാട് വേണ്ട. ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചിരുന്നല്ലോ, പക്ഷെ ഇത് കണ്ടപ്പോൾ കഴിക്കാതെ മതി.
അല്ല റൈസ് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്, ഒട്ടുന്നില്ല. ഗ്രേവി നല്ലതാണ്, അത്യാവശ്യം ഗ്രേവി ഉണ്ട്. അവർ പാക്ക് ചെയ്ത് തന്നപ്പോഴാണെങ്കിലും ഗ്രേവി ഉണ്ട്, നല്ല വലിയ പീസാണ്. പീസ് തന്നെ വലുതാണ്, അപ്പോൾ റൈസാണ് കുറവ്. എനിക്ക് റൈസ് ഒരുപാട് ഇഷ്ടമല്ല, പീസ് വേണം കൂടുതൽ. അപ്പം എനിക്കിഷ്ടപ്പെട്ടു. ഇന്ന് ഉച്ചയ്ക്ക് ഗരം മസാലയിൽ നിന്ന് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു വെച്ചു. ഒട്ടും കൊള്ളില്ലായിരുന്നു. ഐ വുഡ് സേ 0 out of 10. ചിക്കന് പോലും ഉപ്പില്ലായിരുന്നു, റൈസും കൊള്ളത്തില്ലായിരുന്നു. കൂടെ കിട്ടിയ എന്ത് പറയുന്നത് സാലഡ് മോരുവെള്ളം പോലെ ഉണ്ടായിരുന്നു. സോ 0. മൈ ഓണസ്റ്റ് റിവ്യൂ 0 out of 10 ആയിരുന്നു അത്. പക്ഷേ ഇത് ഐ വുഡ് സേ മലബാർ ചിക്കൻ ബിരിയാണി കമ്പയർ ചെയ്യുമ്പോൾ, നമ്മുടെ അവിടെ കിട്ടുന്നത് കമ്പയർ ചെയ്യുമ്പോൾ 6 out of 10. സോ അങ്ങനെ നിന്ന് ഇന്നത്തെ വ്ളോഗ് ഇവിടെ ഫിനിഷ് ചെയ്യാണ്. നമ്മളിന്ന് ലുലുവിൽ പോയിട്ട് പേഷ്യൻസിനെ കണ്ടിട്ട് ലുലുവിൽ പോയിട്ട് ഇതുപോലെ നാളത്തേക്കുള്ള കുറച്ച് സ്ഥലത്ത് പോകാനുള്ള അവർക്കുള്ള സാധനങ്ങളും പിന്നെ നമുക്ക് കുറച്ച് പെൻഡിങ് ഷോപ്പിങ്ങും ഡേവിസിൻ്റെ സ്യൂട്ട്, ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ച സ്യൂട്ട് അത് പർച്ചേസ് ചെയ്തു. സ്യൂട്ട് പീറ്റർ ഇംഗ്ലണ്ടിൽ നിന്ന് കല്യാണത്തിനുള്ളത്, ഓസ്റ്റിൻ്റെ ഡേവിസിൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിനുള്ളത്. പിന്നെ കുറച്ച് ജീൻസ് ഡെനിം അങ്ങനെ അത് വാങ്ങിച്ചു. പിന്നെ സുഡിയോയിൽ കയറി എനിക്ക് കുറച്ച് ജീൻസ് വാങ്ങിച്ചു, 2 ജീൻസ്, ഇല്ലെങ്കിൽ ലില്ലിക്കുട്ടി വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അത് വാങ്ങിച്ചു. ഇനിയിപ്പോൾ ആകെയുള്ളൊരു ടെൻഷൻ, ഞാൻ മറ്റന്നാൾ വീട്ടിൽ പോകുമ്പോൾ തല വെട്ടി ഇവിടെ വെച്ചിട്ട് വരാനാണ് പറഞ്ഞേക്കുന്നത് എന്നോട് ലില്ലിക്കുട്ടി. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല. എനിവേ എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ സുമ മമ്മിക്ക് ഇഷ്ടപ്പെട്ടു, മദറിലോ അഗ്രീഡ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ ഇത് വാഷ് ചെയ്യുമ്പോൾ പോകുമല്ലോ, അപ്പം അതിൻ്റെ ഒരു ലില്ലിക്കുട്ടീനെ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളൊരു ടെൻഷനാണ്. പപ്പ പിന്നെ ചില്ലായിരിക്കും എന്ന് തോന്നുന്നു, അറിയത്തില്ല. മമ്മി വയലൻ്റ് ആക്കിയിട്ട് പപ്പ പിന്നെ മമ്മീൻ്റെ ഒപ്പം നിൽക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ മമ്മി നോക്കി പിടിപ്പിക്കും. ഓക്കെ, അപ്പോൾ വി വൈൻഡിങ് അപ്പ് ഫോർ ടുഡേ. അപ്പോൾ ബൈ ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ, താങ്ക് യു.